ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീമി ജാർ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നൂഡിൽസ് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എപ്പോഴേലൊക്കെ വീട്ടിൽ നൂഡിൽസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ക്രീമി ജാർ നൂഡിൽസ് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിതാ ഒരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1-2 ടീസ്പൂണ് ബട്ടറോ അതിലേക്ക് ഗീയോ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ടൊരു 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ, ചെറിയ ഫ്ലെയിമിലിട്ടിട്ട്. പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1.5 കപ്പ് പാലാണ്. എന്നിട്ട് ഈ പാലും മൈദയും കൂടെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഇവിടെ ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. നമ്മുടെ വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ അതുപോലെ 1 ടീസ്പൂൺ ഓറിഗാനോടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ് കോൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്യാപ്സിക്കും സ്വീറ്റ് കോണൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുന്നു മാത്രം. അത് ഇല്ലേൽ ഒഴിവാക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ. ഇതൊന്ന് ചെറുതായിട്ട് തിളവന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിലോട്ടുള്ള നൂഡിൽസിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മാഗിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഓറിഗാനോയാണ്. പിന്നെ നമ്മുടെ മാഗി മസാല ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാഗി ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രീമി ജാർ നൂഡിൽസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇതുപോലുള്ളൊരു കപ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ഈ ഒരു നൂഡിൽസിൻ്റെ മിക്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണേ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വൈറ്റ് സോസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് 3rd ലെയറും 4th ലെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീമി ജാർ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി അല്ലേ. അപ്പോൾ എപ്പോഴേലൊക്കെ വീട്ടിൽ നിങ്ങൾ നൂഡിൽസ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ നമ്മളെ കമൻസിലൂടെ അറിയിക്കാം. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.